ഹായ് സ്റ്റുഡൻസ്, വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു റോബിൻസൺ, ഫാരിസ് ആൻഡ് വിൻഡ്, ദ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് ഇൻവോൾവ് ഫോളോയിങ് 5 സ്റ്റേജ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരുപാട് പ്രക്രിയകളുണ്ടായിരിക്കും. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് അതിൽ പറയുന്നത്. ഫസ്റ്റത്തത് റെക്കഗ്നീഷൻ ഓഫ് ആൻ അൺസാറ്റിസ്ഫൈഡ് നീഡ്. നമുക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം നമ്മൾ നിറവേറ്റപ്പെടാത്ത ആവശ്യം നമ്മൾ അംഗീകരിക്കുന്നതിനെയാണ് റെക്കഗ്നീഷൻ ഓഫ് ആൻ അൺസാറ്റിസ്ഫൈഡ് നീഡ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് എ നീഡ്. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടായിരിക്കും അല്ലേ? ഓൾ ദി ബൈയിങ് ഡിസിഷൻ സ്റ്റാർട്ട് വിത്ത് നീഡ് റെക്കഗ്നീഷൻ. അത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാലാണ് ആ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനം എടുക്കുകയുള്ളൂ. പീപ്പിൾ ആൾവേസ് സീക്ക് സാറ്റിസ്ഫൈ ദെയർ നീഡ്. വെൻ ദ നീഡ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇറ്റ് ക്രിയേറ്റ് ടെൻഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ. നമുക്ക് എന്ത് വരികയാണ്? നമ്മളെ ആവശ്യങ്ങൾ അംഗീകരിച്ച് വെച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഒരു മോട്ടീവ്, ഒരു പ്രചോദനം നമുക്ക് വരികയാണ് ആ വസ്തു നമുക്ക് വേണമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ മോട്ടീവ് എറൈസ് ഫ്രം ദി നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മോട്ടീവിലേക്ക് വഴിയൊരുക്കുകയും നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവുകയും ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിളിലൂടെയാണ് ആ കാര്യം പറയുന്നത്. All friends of Raju have a car. He has no car. Slowly, a desire to have a car developed with him. അപ്പോൾ രാജുവിന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാറുണ്ട്, അദ്ദേഹത്തിന് കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്, എനിക്കും കാറ് വേണം. ദിസ് ഡിസയർ ബിഗെയിൻ നീഡ്. അതൊരു ആവശ്യമായിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് ടേൺ വാണ്ട്സ് ഇൻ ടു എ മോട്ടീവ്. മോട്ടീവ്സ് ആയിട്ട് മാറുന്നു, കാറ് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഒരുപാട് വഴിയിലൂടെ ഏതൊക്കെയാണ് ഇത് ലഭിക്കാനുള്ള ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഏതൊക്കെ വഴിയിലൂടെയാണ്? ഇതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കണം അല്ലേ? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയസ് സോഴ്സുകൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ പറയണത് ഫ്രണ്ട്സിൽ നിന്ന്, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന്, വിവിധ മീഡിയ വഴി, അഡ്വർടൈസ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കില്ല, മീഡിയ വഴി, സെയിൽസ് പീപ്പിൾസ്, ഇവരിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും. അതനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ഹി ആസ്ക് ഫ്രണ്ട് ഓർ ഫാമിലി അബൌട്ട് എക്സ്പീരിയൻസ് വിത്ത് എ കാർ. ഹി മേ ബി വിസിറ്റ് ഷോറൂം ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി സെയിൽസ് പീപ്പിൾ ദർ. ഒന്നുകിൽ ഫ്രണ്ട്സിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷനൊക്കെ ശേഖരിക്കും, അതല്ലെങ്കിൽ ഷോറൂം വിസിറ്റ് ചെയ്യും. അങ്ങനെ പല വഴികൾ ഇൻഫർമേഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എടുക്കും. തേർഡ് സ്റ്റെപ്പ് ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ഏതാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലൂടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇവാലുവേഷൻ നടത്തും. അപ്പോൾ ഇവിടെ കളക്ടിങ് ഇൻഫർമേഷൻ ഡ്യൂറിങ് ദി സെക്കൻഡ് സ്റ്റേജ്, ഇൻഡിവിജ്വൽ കം ടു നോ അബൌട്ട് ദ ബ്രാൻഡ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ആ ബ്രാൻഡിനെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ നോക്കും. നൗ കമ്പയർ ദി ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് ഇൻ ടേം ആട്രിബ്യൂട്ട്, പ്രൈസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് കമ്പയർ ചെയ്ത് നോക്കുക? അതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഡ്യൂറബിലിറ്റി നോക്കും, പ്രൈസ് നോക്കും. എന്നിട്ടൊന്ന് കമ്പയർ ചെയ്യും. കൺസിഡർ ദി പ്രൈസ്, മൈലേജ്, അതുപോലെ അട്രാക്റ്റീവ്നെസ്, ആഫ്റ്റർ ദി സെയിൽസ് സർവീസ്, കളർ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ വിലയും മൈലേജും എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്നുള്ളതും. സെയിൽസ് സർവീസ്, നമുക്ക് സെയിൽസ് നടന്നതിന് ശേഷം ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ കളറൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മൾ പല രീതിയിൽ ആൾട്ടോ, അതുപോലെ മാരുതി, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ നോക്കി അതിലേറ്റവും താല്പര്യമുള്ളത് സെലക്ട് ചെയ്യാൻ. ഇവിടെ രാജുവിൻ്റെ കാര്യത്തിൽ രാജു മാരുതി കാറാണ് സെലക്ട് ചെയ്തത്. മാരുതിയാണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനം എടുത്തിട്ട് അത് സെലക്ട് ചെയ്യുക ചെയ്തത്. പർച്ചേസ് ഡിസിഷൻ, അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള തീരുമാനം ഇവിടെ ആയിട്ടുള്ള തീരുമാനം ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സിൽ വരികയാണ്. 4th പോയിന്റിൽ ഡിസിഷൻ എടുക്കുകയാണ്. ഫൈനലി ദി കൺസ്യൂമർ അറൈവ് ദി പർച്ചേസ് ഡിസിഷൻ. Purchase decision can be one of 3, namely no buying, buying later and buying now. 3 രീതിയിലാണ് ഡിസിഷൻ എടുക്കുക. ഒന്നുകിൽ എന്തായിരിക്കും? വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം, buying now. If he has decided by now, he will decide to shop, to buy from, when to buy, how much the money to spend.
അപ്പോൾ പിന്നീട് ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്ന്, ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം, എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് ഏത് സമയത്താണ് പോവേണ്ടത്, എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് ആ പണം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കും. ഹി വിൽ ഗോ ടു ഷോ ചൂസൺ ടു ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് ദി ബ്രാൻഡ് ചൂസൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, രാജു ഷോപ്പിലേക്ക് പോവുകയും അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കിട്ടി, ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറാണ്. വാങ്ങിയതിന് ശേഷം എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ റിഫേഴ്സ് ടു എ ബിഹേവിയർ ഓഫ് എ കൺസ്യൂമർ ആഫ്റ്റർ പർച്ചേസിങ് എ പ്രൊഡക്റ്റ്. ഒരു പർച്ചേസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ കേസിൽ 2 രീതിയിലുണ്ടായിരിക്കും, സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ്. If he is satisfied with a product, he would be regularly buy the brand and develop loyalty. He recommended brand to his friends and relatives. സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങും, അതിനോടൊരു ലോയലിറ്റി, ഒരു കൂറുണ്ടാവും, സ്ഥിരമായിട്ട് അതേ പ്രൊഡക്റ്റുകൾ തന്നെ വാങ്ങിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, നല്ല പ്രൊഡക്റ്റുകളാണെന്നുള്ള വിവരം. അതല്ല ഡിസാറ്റിസ്ഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഹി ഫീൽ മെൻ്റൽ ടെൻഷൻ, നെഗറ്റീവ് ഫീലിംഗ് അറൈസ് ആഫ്റ്റർ ദി പർച്ചേസിങ് കോസിങ് ഇന്നർ ടെൻഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് കോഗ്നിറ്റീവ് ഡിസണൻസ്. നമുക്ക് ഇന്നർ ടെൻഷൻ വരും. അങ്ങനെ ആ ഇന്നർ ടെൻഷന് കാരണമാകുന്ന ആ ഫീലിങ്സിന്, നെഗറ്റീവ് ഫീലിങ്സിനൊരു പേര് പറയും, കോഗ്നിറ്റീവ് ഡിസണൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനായിട്ടും പ്രതീക്ഷിക്കാം. നെഗറ്റീവ് ഫീലിങ്ങിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി റിഫേഴ്സ് ഡിസാറ്റിസ്ഫിക്കേഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ്. പർച്ചേസിങ്ങിൽ വരുന്ന ഡിസാറ്റിസ്ഫിക്കേഷനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബൈയിങ് ഡിസിഷനിൽ വരുന്ന പ്രോസസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. താങ്ക് യു.